സാറേ, ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ വിഷണനാണ്, വലിയ SEO ഉച്ചകോടിയൊക്കെ നടക്കുന്നു, കിം വരുന്നു. ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത, ഡൊണാൾഡ് ട്രംപ് താമസിക്കുന്ന വൈറ്റ് ഹൗസിൻ്റെ 2ാമത്തെ നിലയിൽ നിന്ന് ചില കെട്ടുകളൊക്കെ താഴേക്ക് വീഴുന്നു. എന്തായിരിക്കും സാറേ കെട്ടിനകത്തൊക്കെ? ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു കെട്ടിടം ആണ് ഈ വൈറ്റ് ഹൗസ്. കാരണം അമേരിക്കയുടെ പ്രസിഡന്റാണ് ഏറ്റവും വലിയ ശക്തി എന്നാണല്ലോ ട്രംപ് വിചാരിക്കുന്നത്. അതെ, മോദിക്കൊന്നും ആ വിചാരം ഉണ്ടാവില്ലെങ്കിലും, സ്വയം ജിൻപിങ്ങിനും പുട്ടിനും ഒന്നും ആ വിചാരം ഉണ്ടാവില്ലെങ്കിലും സ്വയം വിചാരിക്കുന്നുണ്ടല്ലോ. വലിയ ബന്ദവസും ഒക്കെ ആയിരിക്കില്ലേ, ബുള്ളറ്റ് പ്രൂഫും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വൈറ്റ് ഹൗസിന് പല നിലകൾ. അതിന്റെ 2ാമത്തെ നിലയിൽ നിന്ന്, 2ാമത്തെ നിലയിലാണ് ട്രംപ് താമസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക വസതി വൈറ്റ് ഹൗസിൽ ഈ 2ാമത്തെ നിലയിലാണ് ഈ ലിങ്കൺ ബെഡ്റൂം എന്നൊക്കെ പറയുന്ന ട്രംപിന്റെ ബെഡ്റൂമും ഒക്കെ ഉള്ള സ്ഥലം. അവിടെ നിന്ന് ഒരു ജനാലയിൽ കൂടി ഒരു കറുത്ത പ്ലാസ്റ്റിക് സഞ്ചി പുറത്തേക്ക് എറിയുന്നത് വീഡിയോ, നമുക്ക് വീഡിയോ ഇതിൻ്റെ കൂടെ കൊടുക്കാം. വീഡിയോ വളരെ വൈറലായിട്ടുണ്ട് അല്ലേ? അതെ. MG ശ്രീകുമാർ ഇല്ലേ, ഒരു പ്ലാസ്റ്റിക് കവറില് കായലിലേക്ക് എന്തോ എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് 25,000 രൂപ പഴയിട്ടതാണ് അല്ലേ? അവിടുത്തെ വേലക്കാരി എന്തോ മാമ്പഴത്തിന്റെ പകുതിയോ എന്തോ എറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് പിന്നെ ഇവിടെ ഏതോ കപ്പലിൽ നിന്നൊക്കെ അല്ലേ എണ്ണപ്പാടയൊക്കെ നീക്കുന്നു. അത് ഭയങ്കരമായിട്ട് മലിനമായി കായല്. അതിൽ എത്ര നഷ്ടപരിഹാരം മേടിച്ചു എന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ വീഡിയോ ഇങ്ങനെ വൈറലായ സ്ഥിതിക്ക് കുറച്ച് നഷ്ടപരിഹാരം ട്രംപിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഈടാക്കേണ്ടതാണ്. ഈ ചവറ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതാണെങ്കിൽ. പക്ഷെ ചവറാണോ ആ സഞ്ചിയിലുള്ളത്? കാരണം ഇത് ഈ കറുത്ത പ്ലാസ്റ്റിക് സഞ്ചി എറിയുന്ന ദൃശ്യം എടുത്തിരിക്കുന്നത് സമീപത്തുള്ള ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ നിന്നായിരിക്കുമല്ലോ. അത് ഹോട്ടൽ വാഷിങ്ടൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അടുത്ത്. മിക്കവാറും ഈ ഹോട്ടൽ വാഷിങ്ടണിൽ നിന്ന് ആരോ എടുത്തതായിരിക്കും ഈ വീഡിയോ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ ആരോ നിരീക്ഷിക്കുന്നുണ്ടാകാം ഈ വൈറ്റ് ഹൗസിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ ഉള്ളത്. അതായത് ഈ തിങ്കളാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസം ഇത് സംഭവിച്ചിരിക്കുന്നതും ഈ വീഡിയോ ഒക്കെ വൈറലായിരിക്കുന്നതും. ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതമായ വീട്ടിൽ നിന്ന് ഇല്ലേ, ജനാല തുറക്കാൻ പോലും പാടില്ലാത്തതാണ്, പക്ഷെ ജനാലയിൽ കൂടി ഇത് എറിഞ്ഞിരിക്കുന്നു. അപ്പോൾ പലതരം തിയറികൾ ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ കുറേ ഈ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വൈറ്റ് ഹൗസിൽ. ഓരോ സ്ഥലം പൊളിച്ച് വൃത്തിയാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കില്ലേ? ക്ലിഫ് ഹൗസ്, കന്റോൺമെന്റ് ഹൗസ്, മന്ദിരങ്ങളൊക്കെ എപ്പോഴും ഇല്ലേ, പുതിയ വീട് വെക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ പരിഷ്കാരത്തിന് ചെലവാക്കാറില്ലേ പഴയൊരു കെട്ടിടത്തില് എന്ന് പറഞ്ഞ പോലെ കുറെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ വൈറ്റ് ഹൗസിൽ നടക്കുന്നുണ്ട്. അപ്പൊ കൺസ്ട്രക്ഷൻ വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞൊരു തിയറി ട്രംപിൻ്റെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. കൺസ്ട്രക്ഷൻ വേസ്റ്റ് അവിടെ റിനോവേഷൻ നടക്കുന്നു. കരാറുകാർ സാധാരണഗതിയിൽ ഒരു കുറച്ച് അവറുണ്ടെങ്കിൽ അതിങ്ങനെ കോണിപ്പടിയൊക്കെ ഇറങ്ങി വന്നില്ലേ താഴെ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം. പക്ഷെ കരാറുകാരാകുമ്പോൾ അവർക്ക് വലിയ സംസ്കാരം ഉണ്ടാവില്ല, ജനാല തുറന്നും എറിഞ്ഞിട്ടുണ്ടാകും എന്ന് ട്രംപിൻ്റെ ആളുകളൊക്കെ പറയുന്നുണ്ട്. അത് ആളും അത്ര വിശ്വസിക്കുന്നില്ല. ഈ ലിങ്കൺസ് ആ ബെഡ്റൂം ഉണ്ടല്ലോ, ലിങ്കൺസ് ബെഡ്റൂം, മെലാനിയയും ട്രംപും കിടക്കുന്ന അവിടെ ആ മുറിയിലും എന്തൊക്കെയോ റീമോഡലിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്നും ശരിയാകാത്തത്, ആ മുറിയുടെ വാസ്തു ശരിയാകാത്തത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ശാസ്ത്രജ്ഞന്മാരെയോ വല്ല ഫെങ്ഷൂയോ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്ന് നമുക്കറിയില്ല. ആ ലിങ്കൺസ് ബെഡ്റൂം അവർ ചെയ്യിക്കുന്ന ആ ബെഡ്റൂമും റീമോഡൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പം മെലാനിയ എറിഞ്ഞതായിരിക്കുമോ എന്നുള്ളൊരു സംശയം അല്ലേ? അതെ. ഇങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇന്ത്യക്കെതിരെ മറ്റൊരു പ്രസംഗം എഴുതിയിട്ട് ഇത് കംപ്ലീറ്റ് വേസ്റ്റ് പ്രസംഗം എന്ന് പറഞ്ഞിട്ട് അവർ സഞ്ചിയിലാക്കി എറിഞ്ഞതാണോ, താനിതൊന്നും പറയണ്ട പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംശയം. അപ്പോൾ മെലാനിയ വാരാന്ത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല വൈറ്റ് ഹൗസിൽ. അവർ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ മകൻ ബാരൻ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിരിക്കുക. അപ്പോൾ മകൻ്റെ കൂടെ അവർ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. വാരാന്ത്യത്തിൽ അവരിവിടെ ഉണ്ടായിരുന്നില്ല. ഈ പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഒരാൾ എഴുതി വൈറ്റ് ഹൗസിലെ കൊടി
പാതി താഴ്ത്തി. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പാതി താഴ്ത്തി. ഇപ്പോൾ ഒരു വേസ്റ്റ് പുറത്തേക്ക് എറിയുന്നു. വൈറ്റ് ഹൗസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. വൈറ്റ് ഹൗസിലെ കൊടി പാതി താഴ്ത്തിയപ്പോൾ ട്രംപ് ഈസ് ഡെഡ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം വന്നു. ട്രംപ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട്. അല്ലെ വൈറ്റ് ഹൗസിൽ ഈ ഹാഫ് മാസ്റ്റ് ആക്കേണ്ട കാര്യം എന്താ? പതാക അല്ലേ? അപ്പോൾ ട്രംപ് ഈയിടെയുള്ള പ്രാന്തുകാരനായ ഇല്ലിനോയിൽ 2 കുട്ടികളെ ഒരു ട്രാൻസ്ജെൻഡർ വെടിവെച്ച് കൊന്നല്ലോ സ്കൂളിൽ. അത് പ്രമാണിച്ച് 31-ാം തീയതി വരെ ഓഗസ്റ്റ് കൊടി പാതി താഴ്ത്താൻ എല്ലാ സർക്കാർ ഓഫീസിലും എന്ന് ഉത്തരവിട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അത് താഴ്ത്തിയത്. പിന്നെ JD വാൻസ് പറഞ്ഞു ഞാൻ പ്രസിഡന്റ് ആകാൻ തയ്യാറാണ്. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് വേറെ ചില സംശയങ്ങൾ വന്നു അല്ലേ? അതെ, അങ്ങനെയാണ് മൊത്തം വൈറ്റ് ഹൗസിനെ പറ്റി ഒരു പ്രേതബാധയുള്ള വീട് പോലെയുള്ള ചർച്ചകളൊക്കെ വരുന്നത് അങ്ങനെ. അപ്പൊ ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിലിരുന്ന് സംസാരിക്കുമ്പോൾ. അപ്പൊ ട്രംപ് ഒരു വിചിത്രമായ ന്യായം പറഞ്ഞു. ഇപ്പോ ഇവിടെ മാങ്കൂട്ടത്തലിന്റെ കുട്ടിയുടെ സംസാരമില്ലേ, ഗർഭഛിദ്രമൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അടൂർ പ്രകാശ് പറഞ്ഞില്ലേ ഇത് എയുടെ കാലാണ്, എയിൽ എന്താ ഉണ്ടാക്കാൻ പറ്റാത്ത എന്ന് ചോദിച്ചില്ലേ? അത് ചിലപ്പോ ട്രംപ് കണ്ടിട്ടുണ്ടാവും. ട്രംപ് പറഞ്ഞു ഓ അത് ഇമേജ് ആണെന്നേ പറഞ്ഞല്ലേ. ആ കറുത്ത സഞ്ചി ജനാലയെ കൂടി തള്ളുന്ന ഇപ്പൊ എയിൽ എന്താണ് ചെയ്യാൻ പറ്റാത്തത്? കാരണം എന്താന്ന് വെച്ചാ ജനാല ട്രംപ് പറയാണ് ആയിരിക്കും അത്. ജനാല തുറക്കാൻ പറ്റില്ല, അത് കവചിതമാണത്, പിന്നെ ബുള്ളറ്റ് പ്രൂഫാണ്, അതുകൊണ്ട് തുറക്കാൻ പറ്റില്ല. ഓരോ ജനാലയും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ മുഴുവൻ CCTV ക്യാമറയുണ്ട്. പിന്നെ ഞാനായിട്ട് ചവറ് വലിച്ചെറിയോ? നിങ്ങളുടെ തന്നെ ക്യാമറകൾ പുറത്തില്ലേ? ഞാനൊരു ചവറ് സഞ്ചി അവിടെ നിന്ന് വലിച്ചെറിയോ? എനിക്ക് ഓരോ ജനാലയും അറിയാം. അത് ബുള്ളറ്റ് പ്രൂഫാണ്. മാത്രമല്ല അത് മുദ്ര വെച്ചിട്ടുണ്ട്, സീൽഡാണ് അത്. അപ്പോൾ അതുകൊണ്ട് അത് തുറക്കാൻ പറ്റില്ല. വീട്ടിൽ വായു സഞ്ചാരമില്ല എന്ന് മെലാനിയ അടുത്ത കാലത്തൊക്കെ പറയുന്നുണ്ട്. വായു സഞ്ചാരം ഉണ്ടാകാൻ വേണ്ടി ജനാല തുറക്കാവുന്നതായിരുന്നു, പക്ഷെ ഞങ്ങളത് തുറന്നില്ല, ബുള്ളറ്റ് പ്രൂഫ് അല്ലേ, അതുകൊണ്ട് തുറന്നില്ല. ഞാനും മെലാനിയോട് പറഞ്ഞു ബുള്ളറ്റ് പ്രൂഫാണ്, നമുക്ക് തുറക്കാൻ പറ്റില്ല. ഓരോ ജനാലയും 600 പൗണ്ട് ഉണ്ട്. ഈ ജനാല തുറക്കണം എന്നുണ്ടെങ്കിൽ വല്ല കിങ് കോങ്ങോ അങ്ങനെ ദാരാസിംഗോ വല്ല ഗുസ്തിക്കാര്. ദാരാസിംഗും കിങ് കോങ് എന്നും പറഞ്ഞില്ല, 600 പൗണ്ട് ഉണ്ട്, വലിയ ശക്തി വേണം ഇത് തുറക്കാൻ എന്ന് ട്രംപ് പറഞ്ഞു. അങ്ങനെയൊന്നും എനിക്കൊന്നും തുറക്കാൻ പറ്റില്ല, മെലാനിക്കൊന്നും തുറക്കാൻ പറ്റില്ല, അത്രയും എന്ന് ട്രംപ് തള്ളി. അപ്പോൾ ഫോക്സ് ന്യൂസിന്റെ ലേഖകൻ പീറ്റർ ഡൂസി ഇപ്പോൾ ഈ വൈറലായിരിക്കുന്ന ക്ലിപ്പ് കാണിച്ചു ട്രംപിനെ. അപ്പോൾ ട്രംപിൻ്റെ കൂടെയുള്ള ചില സഹായികൾ പറഞ്ഞു ആ ബെഡ്റൂമിൽ കുറേ റിനോവേഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ കരാറുകാർ ഈ വേസ്റ്റ് എറിഞ്ഞതാകാനാണ് സാധ്യത എന്ന് സഹായികൾ പുറകിലൊക്കെ ഇരിക്കില്ല. അവർ പറഞ്ഞ ഉടനെ അത് ട്രംപ് തള്ളി. അങ്ങനെയൊന്നുമില്ല, കരാറുകാരൊന്നും തള്ളിയതല്ല എന്ന് പറഞ്ഞിട്ടാണ് അത് ആണ് എന്ന് ട്രംപ് പറഞ്ഞത്. അപ്പൊ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർ എന്ത് ചെയ്യും? ഈ ഡീപ്പ് അല്ലേ ഫേക്ക് വിദഗ്ധന്മാരൊക്കെ ഇല്ലേ, വിദഗ്ധന്മാരോട് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ വൈറ്റ് ഹൗസിലെ പ്രസ് ഓഫീസ് ഉണ്ടല്ലോ, പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റിന്റെ ഒക്കെ, അവര് പറഞ്ഞു അല്ല, ഇത് അല്ല, വീഡിയോ ജെനുവിൻ തന്നെയാണ്, ശരിയായ വീഡിയോ തന്നെയാണ്. അപ്പോൾ വൈറ്റ് ഹൗസിലെ പ്രസ് വിഭാഗം തന്നെ, പ്രസ് ഓഫീസ് തന്നെ തള്ളി, ട്രംപിൻ്റെ വാദം തള്ളി. ന്യൂയോർക്ക് ടൈംസ് അന്വേഷിച്ചും അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ബെർക്ക്ലിയിലെ, അവിടുത്തെ ചീഫ് സയൻസ് ഓഫീസർ ഈ ഡീപ്പ് ഫേക്ക് ഒക്കെ വിദഗ്ധനായിട്ടുള്ള ഹാനി ഫാരിദിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പ്രൊഫസർ ഹാരി ഫാരിദ്, അങ്ങേര് പറഞ്ഞു പരിശോധിച്ചിട്ട് ഇതേ അല്ല, അതിൻ്റെ വാട്ടർമാർക്കും കാര്യങ്ങളും ഒന്നുമില്ല, ഇത് ജെനുവിൻ വീഡിയോ തന്നെയാണ്. അപ്പോൾ എന്ത് ആണ് ആ കറുത്ത സഞ്ചി വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിൽ ഉണ്ടായിരുന്നത്? അപ്പോഴാണ് ഒരു സംശയം,
ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ടൊരാള് ചെറിയ പെൺകുട്ടികളുടെയൊക്കെ ഒരു എന്താണ് ഉപയോഗിക്കുക അല്ലേ, മിസ്യൂസ് ചെയ്ത്. അത് കഴിഞ്ഞ് ജെഫ്രി എപ്സ്റ്റീന് ജയിലിൽ കിടക്കുമ്പോൾ 2019 അയാൾ അവിടെ മരിച്ചു കിടന്നു ജയിലില്. അയാളെ ട്രംപിന്റെ വലിയ സുഹൃത്തായിരുന്നു. അയാളുടെ രതിലീലകളിലൊക്കെ ട്രംപ് പങ്കെടുത്തതായിട്ട് സംശയമുണ്ട്. അയാളുടെ തന്നെ വിമാനത്തിൽ ട്രംപ് യാത്ര ചെയ്തൊക്കെ എപ്സ്റ്റീൻ്റെ സഹോദരൻ പറഞ്ഞൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് ജെഫ്രി എപ്സ്റ്റീൻ്റെ കയ്യിലൊരു ക്ലയന്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്, അയാളുടെ ഇടപാടുകാരുടെ പട്ടിക. അപ്പോൾ അങ്ങനെ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു രഹസ്യ ഫയൽ ആണോ ആ കറുത്ത സഞ്ചിയിൽ ഉണ്ടായിരുന്നത് എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.